മാമല കണ്ട പൂങ്കാറ്റേ എല്ലാവർക്കും നമസ്കാരം. നബിദിനാഘോഷ പരിപാടികളിലെ രസകരമായ ചില നിമിഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പാട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പാടി തീർക്കണമെന്ന് കരുതി വന്നതാണ്. എന്നാൽ മുന്നിലിരിക്കുന്നവർ ഇങ്ങനെ ചിരിച്ചാൽ എങ്ങനെ പാടാനാകും? എന്നാൽ പാട്ടിനിടയിൽ ചിരി വന്നാലും ചിരി എങ്ങനെയെങ്കിലുമൊക്കെ അടക്കി പിടിച്ച് പാടണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. വിനായകാണ് വരികളിലേറും ശ്രുതിയാണ് വദന. ഇനി ഇതാ കാണികളെ മാത്രമല്ല പുറകിലുള്ള ഉസ്താദിനെ വരെ ചിരിപ്പിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ ഗാനാലാപനം. ഇനി ഇതാ എല്ലാവരും ഒരുപോലെ പാട്ട് പഠിക്കാത്തതാണ് ഇവിടെ വിഷയം. എവിടെ ജനിച്ചോ മുത്ത് നബി അറിയാലോ, നിങ്ങൾക്കറിയാലോ മുത്തിൻ ജനനം മക്കത്ത് അറിയാമോ, നിങ്ങൾക്കറിയാമോ നബിയുടെ വഫാത്തായി മുത്ത് നബി, നബിയുടെ വഫാത്തായി മുത്ത് നബി. പാട്ട് നന്നായി പഠിച്ചിട്ടും വേദിയിലെത്തുമ്പോൾ മറന്നുപോയാൽ എന്ത് ചെയ്യും? ദേ കണ്ടു നോക്കാം. പഠിച്ച പാട്ട് ഓർമ്മ വരാൻ യാതൊരു സാധ്യതയും ഇല്ലെങ്കിൽ ഇതുപോലെ അറിയുന്ന പാട്ട് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. മദ്രസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമേ പാട്ട് പാടാനാകൂ എന്നൊക്കെ പറഞ്ഞാൽ അതല്പം ബുദ്ധിമുട്ടാകും. എല്ലാവരും പാട്ട് പാടുന്നുണ്ടെങ്കിൽ എനിക്കും ഒരു പാട്ട് പാടിയേ തീരൂ എന്ന് പറഞ്ഞെത്തിയ ഒരു കുഞ്ഞുമോളെയാണ് കാണിക്കുന്നത്. ഇവന് സ്റ്റേജിൽ വെച്ച് നന്നായി പെർഫോം ചെയ്യാനായില്ല എന്നതാണ് തോന്നുന്നത്. എന്തായാലും പുറത്തിറങ്ങി അതിന്റെ വിഷമം അങ്ങ് തീർക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഒരു കാര്യം പറയാം, നബിദിന വേദിയിലേക്ക് പാട്ടുപാടാനായി ആരൊക്കെ വന്നാലും പോയാലും കഴിഞ്ഞ വർഷത്തെ ഉണ്ടുസഖിയെ മറികടക്കാനായി ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല.
ഉണ്ടഫക്കെ കല കല മുന്തരെ നാലന കയ്യൽ ഉണ്ടഫക്കെ രണ്ടരലാത്ത ഉണ്ടഫക്കെ രണ്ടരലാത്ത ഉണ്ടഫക്കെ കല കല മുന്തരെ നാലന കയ്യൽ 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 ഉണ്ടഫക്കെ രണ്ടരലാത്ത ഉണ്ടഫക്കെ. നബിദിന വേദി കണ്ടപ്പോൾ ആ പഴയ ഗ്യാങ് ഒന്ന് പൊടി തട്ടിയെടുക്കാൻ കാക്കമാർക്കൊരാഗ്രഹം. കണ്ടു നോക്കാം. ഇടിയുടെ ജോറും മഴയുടെ കാറ്റും ഞാൻ ഇന്ന് പോകൂല മദ്രസ പോകൂല. ഇടിയുടെ ജോറും മഴയുടെ കാറ്റും ഞാൻ ഇന്ന് പോകൂല മദ്രസിൽ ഞാൻ ഇന്ന് പോകൂല. എട മോനെ മൊയ്തീനെ നിനക്കറിയാമോ ഇൽമിന്റെ വടിയുടെ ചൂടെന്നറിയാമോ? അറിയൂ വടിയുടെ ചൂട് അറിയാമോ മൊയ്തീനെ? അറിവിന്മേൽ നീ അറിഞ്ഞാല് ഗുണം. എന്റെ മുറ്റത്ത് വന്ന് എന്നെ കൂട്ടാതെ ഒരു കളി അത് ഇവിടെ നടക്കില്ലെന്നാണ് കുഞ്ഞുമോൾ പറയുന്നത്. എന്തായാലും അവരെക്കാൾ മികച്ച സ്റ്റെപ്പുകൾ ഈ മോളുടെ കയ്യിലുണ്ട്. എന്നാൽ സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണെന്ന് ഇവിടെ ഒരാൾ കാണിച്ചു തരികയാണ്. ദഫ്മുട്ടി ഇങ്ങനെ കണ്ടു നിന്നപ്പോൾ ഇദ്ദേഹത്തിനും കളിക്കണമെന്നൊരാഗ്രഹം തോന്നി. എന്തായാലും ആർക്കെങ്കിലും ഇദ്ദേഹത്തിനൊരു ദഫ് കൂടി നൽകാമായിരുന്നു. നബിദിന റാലി തണുത്ത വെള്ളം നൽകി വരവേൽക്കാമെന്ന് കരുതി. എന്നാൽ ഇതുപോലെ കോരിച്ചൊരിയുന്ന മഴയാകുമെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. എന്തായാലും ഇവർ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥിതിക്ക് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് കുടിച്ച് നോക്കാമായിരുന്നു. പണ്ട് കാലത്തെ ഒരു നബിദിനാഘോഷ റാലിയാണ് ഇനി കാണിക്കുന്നത്. പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോഴിത് ആകെ അങ്ങ് മാറിപ്പോയി. സാധാരണ റാലിയിൽ നിന്നും മാറി ലൈറ്റും സൗണ്ടും ഡിജെയും ഒക്കെ ആയിട്ടാണ് പുതിയ റാലികൾ പോകുന്നത്. എന്നാൽ ഇത് എന്ത് തരം ആഘോഷമാണെന്ന് മനസ്സിലാകുന്നില്ല. അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.